ഒരു വിഷയത്തെക്കുറിച്ച് മാസാമാസം പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ. ആ വിഷയത്തിൽ എൻ്റെ കൃത്യമായ നിലപാട് പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് തന്നെയാണ്. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പാർട്ടി പ്രസിഡന്റ് പറയും. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ ഞങ്ങളുടെ കൃത്യമായ നിലപാട് പറയും. അത് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് നാളെയും മറ്റന്നാളും മാറുകയല്ലല്ലോ. ആ നിലപാട് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദുകൃഷ്ണ നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള കളം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കൊല്ലം കോർപ്പറേഷനിലൊക്കെ കാര്യപ്പെട്ട ചുമതലയല്ലേ, എങ്ങനെയാണ് മത്സര രംഗത്തേക്ക് മുന്നോട്ട് പോകുന്നത്? വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കൊല്ലം കോർപ്പറേഷനിലെ ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ UDFും ഈ നാട്ടിലെ ജനവും നോക്കിക്കാണുന്നത്. ഇടതു ദുർഭരണത്തിന്റെ അന്ത്യനാളുകൾ ആണ് നടക്കുന്നതെന്ന് വിളിച്ചറിയിക്കുന്ന തെരഞ്ഞെടുപ്പ് ആണ് നടക്കാൻ പോകുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടി ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടുത്തെ വികസനത്തിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേവലം പദ്ധതികൾക്കും പ്രസ്താവനകൾക്കും അപ്പുറത്തേക്ക് ഈ നഗരത്തെ വളർത്താത്ത ഇടതു ഭരണത്തിനെതിരായുള്ള പോരാട്ടം, അതോടൊപ്പം തന്നെ മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങൾ, ആ അടിസ്ഥാന ആവശ്യങ്ങൾ ഭൗതിക സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിൽ കൊല്ലം കോർപ്പറേഷൻ അതിദയനീയമായി പരാജയപ്പെട്ട ആ നേർക്കാഴ്ച, അതെല്ലാം ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വളരെ ഐക്യത്തോടും ചിട്ടയോടും കൂടി UDF മുന്നോട്ട് പോവുകയാണ്. ചരിത്രത്തിൽ ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയും ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ അവരെ ജനഹൃദയത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്ത അടക്കമുള്ള പ്രതീക്ഷയാർന്ന പ്രവർത്തനങ്ങളുമായി UDF മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും ഇക്കൊല്ലം കൊല്ലം UDF പിടിക്കും. ഇല്ലം കട്ടവരെ കൊല്ലത്തിന് വേണ്ട. ഇപ്പോൾ ഈ ഇടയ്ക്ക് വിമതശല്യമൊക്കെ കാര്യമായി ഉണ്ടായിരുന്നു. കുല്ലൂർ വിളയിലടക്കം വലിയ തോതിൽ അത് ഭീഷണിയായിരുന്നു. ആ സ്ഥാനാർത്ഥി പിൻവലിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വിമതന്മാർ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് കരുതുന്നുണ്ടോ? മുൻകാലങ്ങളെ അപേക്ഷിച്ച് അത്തരം കാര്യങ്ങൾ വളരെ കുറവാണ്. ഏറ്റവും ലീസ്റ്റ് ആയിട്ടേ ഉള്ളൂ. പരമാവധി അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും MPയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരും കാര്യക്ഷമമായ ഇടപെടൽ നടത്തി ഇപ്പോൾ വളരെ ഐക്യത്തോടും ഒത്തൊരുമയോടും കൂടിയാണ് UDF മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ KSU ജില്ലാ കമ്മിറ്റി പ്രകടമായ ഒരു എതിർപ്പൊക്കെ ഉന്നയിച്ച് പ്രതിഷേധമടക്കം നടത്തുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. അത് അവരെ പരിഹരിക്കാൻ, ആ വിഷയം കൈകാര്യം ചെയ്യാനൊക്കെ സാധിച്ചോ? തീർച്ചയായും സാധിച്ചു. KSU ജില്ലാ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരവും അല്ലാതെയും 21 വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥിനികളായ പെൺകുട്ടികൾക്കടക്കം സീറ്റ് കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥി യുവജന പ്രാതിനിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാ ജനവിഭാഗത്തിന്റെയും പ്രാതിനിധ്യം സന്തുലിതമായി ഉറപ്പുവരുത്തിക്കൊണ്ടാണ് UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. എല്ലായിടത്തും ചെറുപ്പക്കാരുടെയും വനിതകളുടെയും എല്ലാവരുടെയും പ്രാതിനിധ്യം കാര്യക്ഷമമായി അല്ലെങ്കിൽ വളരെ ഗൗരവമായി തന്നെ പരിഗണിച്ചിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം നൽകില്ല എന്നൊക്കെയുള്ള വലിയ ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം പരസ്യമായി തന്നെ പ്രസ്താവന ഇറക്കി, പിന്നീട് പ്രകടമായി തന്നെ മുന്നോട്ട് വന്നു. അദ്ദേഹം സീറ്റ് ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ സ്ഥലം കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അവിടുത്തെ സ്ഥാനാർത്ഥിനായിട്ട് ഇടപെടാൻ പറ്റുന്നതല്ല. കാര്യം അതത് പ്രദേശത്ത് തർക്കമുണ്ടെങ്കിൽ മാത്രമേ ജില്ലാതലത്തിലേക്ക് വരികയുള്ളൂ. ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് നേരിട്ട് അറിവില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ വാർഡ് ഘടകകക്ഷിയുടെ വാർഡാണ്. അതാണ് അതിൽ പറ്റിയ ബുദ്ധിമുട്ട്. അല്ലായിരുന്നു തീർച്ചയായും അദ്ദേഹത്തിന് സീറ്റ് കിട്ടുമായിരുന്നു. പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് KSU യൂത്ത്, മഹിള, സേവാദൾ, INTC എല്ലാവരും ഐക്യത്തോടുകൂടി വളരെ സന്തോഷമുണ്ട്. ഇത്രയും ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകുന്നതിൽ ആ ഒത്തൊരുമ ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അതേപോലെ മറ്റൊരു കാര്യം, ഈ ഘട്ടത്തിൽ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ച ആളാണ് ബിന്ദുകൃഷ്ണ. അപ്പോൾ ഈ ഘട്ടത്തിൽ വീണ്ടും ഗുരുതര സ്വഭാവത്തിലുള്ള മറ്റൊരു ഓഡിയോ സന്ദേശവും വാട്സപ്പ് ചാറ്റും ഒക്കെ വന്നിട്ടുണ്ട്. ഒരു വിഷയത്തെക്കുറിച്ച് മാസാമാസം പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ. ആ വിഷയത്തിൽ എൻ്റെ കൃത്യമായ നിലപാട് പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് തന്നെയാണ്. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പാർട്ടി പ്രസിഡന്റ് പറയും. രാജി ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മാറി നിൽക്കണമെന്നാണ് അന്ന് ആവശ്യപ്പെട്ടത്. അതേ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ ഞങ്ങളുടെ കൃത്യമായ നിലപാട് പറയും. അത് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് നാളെയും മറ്റന്നാളും മാറുകയല്ലല്ലോ. ആ നിലപാട് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. മറ്റൊരു കാര്യം ചോദിച്ചാൽ, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം രാഹുൽ പാലക്കാട് അടക്കം സജീവമാകുന്ന ഘട്ടമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി പ്രചരണത്തിനടക്കം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് മുന്നണിയെയോ അല്ലെങ്കിൽ പാർട്ടിയോ ബാധിക്കും എന്ന് കരുതുന്നുണ്ടോ? അദ്ദേഹം MLA ആണല്ലോ. അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തെ നിൽക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതൊന്നും ബാധിക്കേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ബാധിക്കുമോ? ബാധിക്കുന്നു തോന്നുന്നില്ല. ജനങ്ങൾക്ക് നീറുന്ന ജീവൽ പ്രശ്നങ്ങളുണ്ട്. അതാണല്ലോ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യേണ്ടത്. കേരളത്തിൽ LDF ദുർഭരണം മുമ്പെങ്ങുമില്ലാത്ത വിധം ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പോയി ഒരു വിഭാഗം ജനങ്ങളെ പോലും സഹായിക്കുന്ന ഒരു നിലപാട് ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് എടുത്തിട്ടില്ല. അതുപോലെ തദ്ദേശ ഗവൺമെന്റുകളെ കഴുത്തിന് പിടിച്ച് ഞെരിക്കുകയാണ്, ഫണ്ട് പോലും കൊടുക്കാതെ. പിന്നെയോ ഓരോ സംവിധാനം, തൊഴിലുറപ്പായാലും കുടുംബശ്രീ ആയാലും അതടക്കമുള്ള സംവിധാനങ്ങളെല്ലാം അവരുടെ അലങ്കാരത്തിനായി മാത്രം വെക്കുന്നതിനപ്പുറത്തേക്ക്
അതിൻ്റെ എല്ലാം ക്രിയാത്മകത ഇല്ലാതാക്കി എല്ലാവരെയും പട്ടിണിക്കാരാക്കി പട്ടിണിക്കാരും അർദ്ധപട്ടിണിക്കാരുമായി ജനങ്ങളെ മാറ്റിയിട്ട് അവർ കോൺക്ലേവുകൾ നടത്തി ആഘോഷിക്കുക. അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന് അത് അങ്ങനെ മുക്തമായിട്ടില്ല. നമ്മൾ ഈ റോഡിൽ ഇറങ്ങി നടക്കുന്ന ഇടവഴികളിൽ കൂടി പൊതുവഴിയിൽ കൂടി പോകുന്ന ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന നമ്മൾ നിത്യവും അതിദരിദ്രരായ ആളുകളെ കേരളത്തിൽ കണ്ടുമുട്ടുന്നു. കേരള സർക്കാരിന്റെ കണക്ക് പ്രകാരം തന്നെ അതിദരിദ്രരായ ഒട്ടനവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ 1.5 കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച് അവർ പ്രഖ്യാപിക്കുക, മമ്മൂട്ടിയെ കൊണ്ട് പറയിക്കുക അതിദരിദ്രരെല്ലാം മാഞ്ഞുപോയി എന്ന്. ഇത്തരം ഗിമ്മിക്കുകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും, ആളുകൾക്ക് വീട് കൊടുക്കാത്ത ലൈഫ് മിഷൻ എന്ന് പറഞ്ഞ കോടിക്കണക്കിന് രൂപ ദുബായ് കോൺസുലേറ്റിൽ നടക്കം അടിച്ചു മാറ്റുകയും എല്ലാം അവർക്ക് പണവും സ്വർണവും കവർന്നെടുക്കുന്ന ഒരു ഏജൻസിയായി കേരളത്തിലെ ഭരണം ദുർഭരണം ആയി മാറിയപ്പോൾ അതിന് താക്കീത് കൊടുക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. അതുപോലെ തദ്ദേശീയ ഗവൺമെന്റുകൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ട കുടിവെള്ളം കൊടുക്കുന്നില്ല. റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ്, കൊല്ലത്തടക്കം കേരളത്തിലെ പല ഭാഗത്തും അത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു, തെരുവിളക്കൽ പ്രകാശിക്കുന്നില്ല. അതുപോലെ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു പ്ലാന്റ് പോലുമില്ല. കൊല്ലത്താണെങ്കിൽ ഒരു സ്ലാട്ടർ ഹൗസ് ഇല്ല, സ്വീവേജ് പ്ലാന്റ് ഇല്ല, ഒന്നുമില്ല. നഗരം ശ്വാസം മുട്ടുകയാണ്. അത് തന്നെയാണ് കേരളത്തിൽ ഒട്ടുമിക്ക തദ്ദേശ ഗവൺമെന്റുകളുടെ സ്ഥിതി. അത്തരം കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്നത്. അല്ലാതെ മറ്റൊരു കാര്യത്തിനും ഈ തെരഞ്ഞെടുപ്പിൽ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനോടൊപ്പം ചേർത്ത് വെച്ച് ചോദിക്കാനുള്ളത്, കാരണം ഈ സസ്പെൻഷൻ രാഹുലിനെ സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത്, അത് പുറത്താക്കാതെ സംരക്ഷിക്കുന്ന ആരോപണം വീണ്ടും CPM-ഉം LDF-ഉം അടക്കം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരു സാധ്യതയുണ്ടോ അതിനകത്ത്? CPM-ന് എന്ത് യോഗ്യത ഇക്കാര്യത്തിലുള്ളത്? എന്ത് റൈറ്റാണ്, എന്ത് അവകാശമാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? ഞങ്ങളുടെ കൊല്ലത്തെ MLA എത്ര ആ കേസുകളിൽ ഇറങ്ങി നിന്ന് ഭരണകൂടത്തിന്റെ ദുസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ അടക്കം രക്ഷിക്കുന്ന ഒരു നടപടി പോലും എടുക്കാത്ത പാർട്ടിക്ക് എന്ത് അന്തസ്സായി കാര്യത്തിലുള്ളത്? അവർക്കൊരു യോഗ്യതയില്ല. അതേസമയം കോൺഗ്രസ് ഒരു വിഷയം ഉയർന്നു വന്നപ്പോൾ, ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ അതിൽ വളരെ പെട്ടെന്ന് തന്നെ കൃത്യമായ നിലപാടും നടപടിയും എടുത്ത പ്രസ്ഥാനമാണ്. സ്ത്രീ സുരക്ഷ മറ്റെന്തിനേക്കാൾ പ്രാധാന്യത്തോടെ കാണുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. കേരളത്തിലെ UDF സ്ത്രീ സുരക്ഷയ്ക്കായി നിലകൊള്ളുക തന്നെ ചെയ്യും. പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ വിഷയം, അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. അപ്പോൾ ഈ ഘട്ടത്തിൽ പാർട്ടി നേതൃത്വം തന്നെയാണ് വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നതാണ് ബിന്ദു കൃഷ്ണ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹറിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.